Hi guys, welcome back to English Ladder. I am George Divin. ഇന്നത്തെ വീഡിയോന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന ജേഴ്സി കണ്ടാൽ നിങ്ങൾക്കറിയാം എന്തായിരിക്കും ആ പ്രത്യേകതയെന്ന്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഖത്തറിൽ വേൾഡ് കപ്പ് 2022 കിക്ക് ഓഫ് ചെയ്യപ്പെടുന്നതാണ്. അതെ, ഇന്നത്തെ വീഡിയോ നമ്മൾ വേൾഡ് കപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വേൾഡ് കപ്പിനെ കുറിച്ചും ഫുട്ബോളിനെ കുറിച്ചുമുള്ള ഹിസ്റ്ററി മാത്രമല്ല കേട്ടോ പറഞ്ഞു പോകുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനുമുണ്ട്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഹിസ്റ്ററി. ആക്ച്വലി വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞാൽ 1930 1930 ആദ്യത്തെ വേൾഡ് കപ്പ് നടക്കുന്നത്. ആ വേൾഡ് കപ്പ് നടന്നത് ഉറുഗ്വായിലാണ്. അതിനുശേഷം ഒത്തിരി വേൾഡ് കപ്പുകൾ ഇങ്ങോട്ട് നടന്നു വന്നു. 2022 വരെ വന്നു. അതിനിടയിൽ രണ്ട് വേൾഡ് കപ്പ് മാത്രം നടന്നില്ല, 1942 1946 കാരണം സെക്കൻഡ് വേൾഡ് വാർ ആയിരുന്നു ഈ സമയത്ത്. ഇത്രയും വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 79 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇത്തവണ ഖത്തർ എന്ന രാജ്യം കൂടി അതിൽ ഉൾപ്പെട്ടപ്പോൾ 80ാമത്തെ രാജ്യമായി മാറി വേൾഡ് കപ്പ് കളിക്കുന്നത്. ഈ 80 രാജ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട് കേട്ടോ. 80 രാജ്യങ്ങൾ വേൾഡ് കപ്പിനായി ഇത്രയും വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരുന്നിട്ടും ആകെ 8 രാജ്യങ്ങൾക്ക് മാത്രമേ ഈ വേൾഡ് കപ്പ് ടൈറ്റിൽ വിൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ ബ്രസീലാണ് ഏറ്റവും ഭാഗ്യവാന്മാർ. കാരണം അവർക്ക് 5 തവണ വേൾഡ് കപ്പ് ലിഫ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ഫിഫ വേൾഡ് കപ്പ് 2022 ഹോസ്റ്റ് ചെയ്യുന്നത് ഖത്തറാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഈ വേൾഡ് കപ്പിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ഫിഫ വേൾഡ് കപ്പ് 2022 ഹോസ്റ്റ് ചെയ്യുന്ന ഖത്തർ ഏഷ്യയിലെ തന്നെ 2ാമത്തെ രാജ്യമാണ് ഈ ഇവൻ്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഫിഫ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ചെറിയ രാജ്യവും ആദ്യത്തെ അറബ് കൺട്രിയും ഖത്തർ തന്നെയാണ് കേട്ടോ. നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടിയുണ്ട്. വേൾഡ് കപ്പ് ഇതുവരെ കളിക്കാത്ത ഒരു രാജ്യം കൂടിയാണ് ഖത്തർ. അവർക്കും ഇത്തവണ അവസരം കിട്ടിയിട്ടുണ്ട്. കാരണം ദേ ആർ ദ ഹോസ്റ്റ് കൺട്രി. ഇതുവരെ നമ്മൾ നോക്കിയത് ഫിഫയുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ഹിസ്റ്ററിയും പിന്നെ ഇത്തവണത്തെ വേൾഡ് കപ്പിൻ്റെ കുറച്ച് ഫാക്ട്സും നമ്മൾ നോക്കിയായിരുന്നു അല്ലേ? ഇനി നമുക്ക് കുറച്ച് ലേണിംഗ് ആയാലോ? ഫുട്ബോൾ റിലേറ്റ് ചെയ്തുള്ള കുറച്ച് ഇഡിയംസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഇഡിയം എന്ന് പറയുന്നത് ഗെയിം പ്ലാൻ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ ഇഡിയം? ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പദ്ധതി ആവിഷ്കരിക്കും അല്ലേ? അത് തന്നെയാണ് ഗെയിം പ്ലാൻ. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇഡിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീപ് യുവർ ഐ ഓൺ ദ ബോൾ വിച്ച് മീൻസ് പേ അറ്റൻഷൻ ടു വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇഡിയമാണ് കീപ് യുവർ ഐ ഓൺ ദ ബോൾ. ഇനി നെക്സ്റ്റ് ഇഡിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിങ് ദ ഗോൾ പോസ്റ്റ്. നിങ്ങളിപ്പോൾ ഒരു IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇഡിയം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ HR ഇപ്പോൾ നിങ്ങളെ ഈ ജോലി സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ജോലിയിൽ നിന്ന് കളയണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ആൾ ആദ്യം എന്തായിരിക്കും ചെയ്യുക? നിങ്ങളുടെ ടാർഗറ്റ്സ് അങ്ങ് കൂട്ടിത്തരും അല്ലേ? അത് തന്നെയാണ് മൂവിങ് ദ ഗോൾ പോസ്റ്റ്. അതായത് ഓരോ റിക്വയർമെൻറ്റ് അനുസരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചേഞ്ച് ചെയ്യുന്നതിനാണ് മൂവിങ് ദ ഗോൾ പോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇഡിയം ബി ഓൺ ദ ബോൾ എന്ന് പറഞ്ഞാൽ ബി ക്വിക്ക് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിയാക്ട് ക്വിക്ക്ലി എന്നാണ്. അതായത് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന ഇഡിയമാണ് ബി ഓൺ ദ ബോൾ. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ഇഡിയം റിലേറ്റഡ് ടു ഫുട്ബോൾ, ദാറ്റ് ഈസ് ഗെറ്റ് ദ ബോൾ റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബിഗിൻ ഓർ ടു സ്റ്റാർട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തെങ്കിലും കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഗെറ്റ് ദ ബോൾ റോളിംഗ് എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഫുട്ബോൾ റിലേറ്റ് ചെയ്തുള്ള 5 ഇഡിയംസ് ആണ്. ഈ 5 ഇഡിയംസും നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവോ? എനിക്കിഷ്ടപ്പെട്ട രാജ്യം അർജൻറ്റീനയാണ്, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് മെസ്സിയാണ്. അപ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട രാജ്യം ഏതാണെന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട പ്ലെയർ എന്താണെന്നും നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. കൂടാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾക്ക് വിവിധ തരത്തിലുള്ള കോഴ്സുകളുണ്ട്. അതിനായി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഈ താഴെ കാണുന്ന നമ്പറിൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ അഹെഡ്.